നമസ്കാരം. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇടക്കാല ബജറ്റ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കുമൊക്കെ ചില പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നു. വാഗ്ദാനങ്ങളും പദ്ധതികളുമൊക്കെ ഏറെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 58 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ കുറവായിരുന്നു. ഇടക്കാല ബജറ്റിന്റെ സൂചനകൾ ഏത് ദിശയിലാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ബജറ്റ് ചർച്ചയിൽ വിലയിരുത്തുന്നത്. ഈ ചർച്ചയിൽ ചേരുന്നത് റെയിൽവേ യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി, പ്രമുഖ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ സി ചാക്കുണ്ണി, BJP പ്രതിനിധിയായിട്ട് ശ്രീ CV സജനി, കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, CPM സഹയാത്രികൻ ഹസ്കർ, ഒപ്പം DBFSൽ നിന്നുള്ള പോൾ തോമസ്, പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ പോൾ തോമസ്, നമുക്ക് ഈ ബജറ്റിന്റെ ഒരു സാമ്പത്തികമായ